അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു വർക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപാട് എഫേർട്ടോ ടൈമോ ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ കൊച്ചു പിള്ളേർക്ക് പേരിടുക, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പേരിടുക, അങ്ങനെയൊക്കെ കേട്ടില്ലേ? അതുപോലെ നമുക്കുടെ മനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പേരുകൾ സജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അത് ചിലപ്പം വെബ്സൈറ്റിന് പേര് കൊടുക്കാം, ഷോപ്പിന് പേര് കൊടുക്കാം, കമ്പനികൾക്ക് പേര് കൊടുക്കാം. അങ്ങനെ അവിടെ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ കമ്പനീസിനുമൊക്കെ പേര് സജസ്റ്റ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഒരു പേര് സജസ്റ്റ് ചെയ്താൽ എത്ര കിട്ടും, എങ്ങനെ വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സൈറ്റാണ്. സൈറ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ നെയിം സ്റ്റേഷൻ എന്നാണ്. നെയിം സ്റ്റേഷൻ എന്ന സൈറ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ പല ടൈപ്പിലുള്ള നെയിമുകളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ കുട്ടികളുടെ നെയിം അത് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ബിസിനസ് നെയിം പോസ്റ്റ് ചെയ്യാം, ഷോപ്പിൻ്റെ നെയിം പോസ്റ്റ് ചെയ്യാം, അതല്ലാതെ നമുക്ക് വെബ്സൈറ്റിൻ്റെ പേര് അങ്ങനത്തെ പോസ്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് നെയിമുകൾ സജസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഈ കമ്പനികളുടെ പേര് സജസ്റ്റ് ചെയ്യുക, പിന്നെന്താണ് കുട്ടികൾക്ക് വേണ്ടുന്ന പേര്, അങ്ങനത്തെ ഓരോ പേരുകളൊക്കെ ഉണ്ടല്ലോ. അതിന് വേണ്ടുന്ന ഐഡിയാസ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അവർ നമുക്കൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് തരും. അത് നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് ഈ ഒരു സൈറ്റിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ നെയിം സജസ്റ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ ഈ ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് പേര് കണ്ടുപിടിക്കാൻ പറ്റും, അതുകൂടാതെ പ്രൈസിങ് എത്രയാണ് എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും അവർ ഈ ഒരു സൈറ്റിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സൈറ്റിൽ 651 കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ 651 പേര് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഇത്ര നാൾ കൊണ്ട് 2.2 മില്യൺസ് ഓഫ് പേര് ഇവർ ഈ ഒരു സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ ഒന്നോ രണ്ടോ പേരൊന്നും അല്ല, 651 കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അവർ തന്നെ 2.2 മില്യൺസ് ഓഫ് നെയിം അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർ പറയുന്നത് നമുക്ക് നെയിംസൊക്കെ എങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് ഈ ഒരു സൈറ്റിൽ ഇപ്പം നിങ്ങൾക്കൊരു നെയിം വേണം, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു നെയിം കണ്ടെത്താൻ പറ്റും. അത് നിങ്ങൾക്ക് ഒന്നുകിൽ ഡോമിനൻ സെർച്ച്, അല്ലെങ്കിൽ ഡോമിനൻ നെയിം ജനറേറ്റർ വഴി, അല്ലെങ്കിൽ നെയിം കളക്ഷൻസ്, നെയിമിൻ്റെ ലാംഗ്വേജസ് വെച്ച് ഒക്കെ നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് പേര് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൂടാതെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 651 കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. നമ്മളിവരെ ഈ ഒരു സൈറ്റിൽ പേര് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പേര് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും എങ്ങനെയൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്കൊരു പേര് ഇടാൻ പറ്റും. ഒന്ന് നമുക്ക് ഷോർട്ട് നെയിം കൊടുക്കാം, അതല്ലെങ്കിൽ ഷോപ്പിൻ്റെ നെയിം കൊടുക്കാം. ഷോർട്ട് നെയിം എന്ന് പറഞ്ഞാൽ ചെറിയ ഷോർട്ടായിട്ടുള്ള നെയിമില്ലേ, അത് കൊടുക്കാം. അതല്ലാതെ സ്റ്റാർട്ടപ്പ് നെയിം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കമ്പനി തുടക്കത്തിൽ വേണ്ടുന്ന ഒരു സ്റ്റാർട്ടപ്പ് നെയിം ഉണ്ടല്ലോ, അത് സജസ്റ്റ് ചെയ്യാം. അതല്ലാതെ ഷോപ്പിൻ്റെ നെയിം കൊടുക്കാം. അതുകൂടാതെ നെയിം വിത്ത് ടോപ്പ് 100 കീവേഡ്സ്, ഇവിടെ ഓരോ കീവേഡ്സ് അവർ സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കീവേഡ്സ് എന്നുള്ളത് ഏതൊക്കെയാണെന്നുള്ളത്. അവർ ഇവിടെ എക്സാമ്പിളായിട്ട് കീവേഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കീവേഡ്സ്: സ്വീറ്റ്, മാജിക്, ഡ്രീം, അങ്ങനത്തെ ഓരോ സെലിബ്രേഷന്, അങ്ങനത്തെ ഓരോ കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെയിം സജസ്റ്റ് ചെയ്യാം. അതല്ലാതെ റാൻഡം മേഡപ്പ് നെയിം, റാൻഡക്കിൽ വരുന്ന നെയിം വേണേൽ സജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ റാൻഡമായിട്ട് വരുന്ന ബിസിനസ് നെയിംസ് ഒക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണെങ്കിലും സജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ വായിച്ച് നോക്കാം. കീവേഡ്സ് എന്താണ്, എങ്ങനെയാണ് ഷോർട്ട് നെയിം കൊടുക്കുക, അതിനെക്കുറിച്ചൊക്കെ അവർ ഒരു എക്സാമ്പിൾ പോലെ എല്ലാം ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ കയറി അത് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു കോൺട്രിബ്യൂട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ താഴെ ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്,
ഏൺ റിവാർഡ്സ് ഫോർ നെയിം ഐഡിയാസ്. അവർ റിവാർഡ്സ് കൊടുക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ബിക്കം എ കോൺട്രിബ്യൂട്ടർ, നമ്മളൊരു കോൺട്രിബ്യൂട്ടറാണ്. ഹൗസ് ഇറ്റ് വർക്ക്, എങ്ങനെയാണ് നമ്മളിവിടെ വർക്ക് ചെയ്യേണ്ടത്? Anyone with a good English skills and can earn rewards for creative name suggestions. നമുക്ക് നല്ല ഇംഗ്ലീഷ് നോളജ് ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈറ്റിൽ നെയിം സജസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നെയിം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അവർ ടോപ്പ് കോൺട്രിബ്യൂട്ടേഴ്സ് മേക്ക് ഓവർ $300 മന്ത്ലി ബൈ വർക്കിംഗ് ജസ്റ്റ് ഫ്യൂ ഹവേഴ്സ് എവറി വീക്ക്. കണ്ടോ, അവർ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഒരു സൈറ്റിലെ ടോപ്പ് കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് വെച്ചാൽ നേരത്തെ തൊട്ടേ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ, അവരൊക്കെ ആണെങ്കിൽ മന്ത്ലി മാസത്തിൽ $300 വരെ അവർ ഏൺ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതും കുറച്ച് മണിക്കൂർ. ശരിയല്ലേ? അവർ നമ്മളൊരു മണിക്കൂർ പോലും വേണ്ട ഒരു പേര് സജസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട്. ആ ഒരു സജസ്റ്റ് ചെയ്ത് സെലക്ട് ആയാൽ നമുക്ക് നമ്മൾ പറയുന്ന ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. അതുകൂടാതെ അവർ നമുക്ക് ടാലൻറ്റ് പോയിൻ്റ് കിട്ടുന്നതുണ്ട്. പിന്നെ ഇവർ പറയുന്നത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ടാലൻറ്റ് പോയിൻ്റ് ബേസിലായിരിക്കും. ടാലൻറ്റ് പോയിൻ്റ് ബേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ബിഗിനേഴ്സായിട്ടുള്ള ഒരാൾ ഇപ്പം നെയിം സജസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് 1000 പോയിൻ്റ് ആയെന്ന് കരുതുക. 1000 പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം $100 1000 പോയിൻ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് പേപ്പാൽ വഴി വിഡ്രോവൽ ചെയ്യാൻ പറ്റും. 10 ഡേയ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആവുന്നതാണ്. എന്നാൽ ഒരു ടോപ്പ് കോൺട്രിബ്യൂട്ടേഴ്സിനെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂട്ടറിനെ സംബന്ധിച്ച് 1000 പോയിൻ്റ് എന്ന് പറയുന്നത് $120. അതുകൂടാതെ നമുക്ക് ഇവർ ഫ്രീ നെയിം സ്റ്റേഷൻ പ്രോ മന്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ടാലൻറ്റ് പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സജസ്റ്റ് ചെയ്ത പേര് അവർ അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് 100 പോയിൻ്റ് കിട്ടും. പിന്നുള്ളത് 10 പോയിൻ്റ് വെച്ച് നമുക്ക് ഓരോ നെയിമിന് കിട്ടുന്ന വോട്ട് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു പേരിട്ടു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ അക്ഷയ ദ്വിതീയ സെൻറ്റർ എന്നൊരു പേര് സജസ്റ്റ് ചെയ്തെന്ന് കരുതുക. ആ ഒരു പേരിന് എത്ര വോട്ട് കിട്ടിയെന്ന് നോക്കും. ആ ഓരോ വോട്ട് വെച്ച് നോക്കുന്നതാണ് 10 പോയിൻ്റ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ 20 പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. 20 പേര് വോട്ട് ചെയ്യുമ്പോഴത്തേക്കിനും 10 വെച്ച് വോട്ട് ചെയ്യുമ്പോഴത്തേക്കിനും എത്രയാവും? 200 പോയിൻ്റ് കിട്ടും. അങ്ങനെയാണ് എക്സ്ട്രാ നമുക്ക് പോയിൻ്റ് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് എത്ര പോയിൻ്റ് കിട്ടും? 200 പോയിൻ്റ് കിട്ടും. അതേസമയം നമ്മൾ പേര് സജസ്റ്റ് ചെയ്തു, അത് പക്ഷേ അവർ സ്വീകരിച്ചില്ല, ക്യാൻസലായി പോയാൽ നമുക്ക് നെഗറ്റീവ് പോയിൻ്റ് കിട്ടും. പക്ഷെ അത് വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് അവർ റിമൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നെഗറ്റീവ് പോയിൻ്റ് ഇതിന് കിട്ടും. പോസിറ്റീവ് പോയിൻറ്റിനോടൊപ്പം തന്നെ നെഗറ്റീവ് പോയിൻറ്റും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ നമുക്കിതിനകത്ത് നമ്മുടെ പേര് നല്ല പേരാണെങ്കിൽ വോട്ടിങ്ങിലൂടെ നമുക്ക് എമൗണ്ട് പോയിൻറ്റ്സ് കയറും. അതുപോലെ തന്നെ നമ്മൾ വിജയി ആയാൽ 100 പോയിൻറ്റ്സ് എക്സ്ട്രാ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതിനകത്ത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമേ ക്രിയേറ്റ് ആൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എൻ്റർ പേപ്പാൽ ഇമെയിൽ ID, അപ്ലോഡ് യുവർ ഫോട്ടോ. അപ്പോൾ സെക്കൻഡ് നമ്മൾ പേപ്പാലിൻ്റെ മെയിൽ ID സെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു കോൺട്രിബ്യൂട്ടറായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്, എന്നിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ബ്രൗസേഴ്സ് കണ്ടൻസ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മുടെ മെയിൽ ID പാസ്വേഡ് കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ID ഉണ്ടല്ലോ അത് കൊടുത്ത് നമുക്ക് സൈനപ്പ് ചെയ്യാം. അപ്പം താല്പര്യമുള്ളവരെല്ലാം വർക്ക് ചെയ്യുക. അടിപൊളി ഒരു സൈറ്റാണ്.